ഹായ് ഹലോ ഇറ്റ്സ് മീ ഹിന എന്ന പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റേ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, പിന്നെ തമ്പിലതിനെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഞങ്ങളുടെ ലവ് സ്റ്റോറി പാർട്ട് 3 ആണ് കേട്ടോ. ഈ 3 കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ ലവ് സ്റ്റോറിൻ്റെ എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് വെച്ചാല്, വീട്ടിൽ പിടിച്ച സമയത്ത് ഏട്ടൻ ഞാനായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. കാരണം എനിക്ക് ഫോണൊന്നും തരുന്നുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന്. അപ്പം അങ്ങനെ ഏട്ടൻ ചെന്നൈയിലാണ്ടുള്ളത്. അങ്ങനെ ഇവിടെ ഏച്ചീൻ്റെ ഡെലിവറി കഴിഞ്ഞ്, അതായത് അമ്മേൻ്റെ ഏച്ചീൻ്റെ മോളെ ഡെലിവറി കഴിഞ്ഞിട്ട് അവൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാനും അമ്മയും മേമയും മൂത്തയൊക്കെ കൂടെ, മൂത്തയില്ല മേമയൊക്കെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പം അവിടെ എത്തി അമ്മ ഫോണ് ആ ബെഡിൻ്റെ മേലെ, ഏച്ചി കിടക്കുന്ന ബെഡിൻ്റെ മേലെ വെച്ചിട്ട് ഏച്ചിനെയും കൊണ്ട് ബാത്റൂമിലേക്ക് പോയി. അങ്ങനെ ബാത്റൂമിലേക്ക് പോയ സമയം ഞാൻ വേഗം എന്ത് ചെയ്ത്, ഞാനും ഇവിടെയുള്ള ചിഞ്ചു എന്ന് പറയുന്ന ഏട്ടനും ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഏട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്പർ എടുത്ത് ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ ഫുള്ള് സങ്കടത്തിൽ, എൻ്റെ സൗണ്ട് കേട്ടത് ഫുള്ള് കരച്ചൽ പോലെയല്ല. അപ്പോൾ കരച്ചൽ പോലെ ഒന്നല്ല കാരണം ഞാൻ അന്നേരം അപ്പോൾ ഞാൻ ഹലോ ഏട്ടാ വിളിച്ച്, അന്നേരം എന്നോട് പറഞ്ഞേ ഇനി എന്താ വിളിക്കാത്ത, അങ്ങനെ എന്തല്ലോ ഫുള്ള് ഡയലോഗ്, എന്താ വിളിക്കാത്ത, എനിക്ക് ഇനി എന്നെ ഒഴിവാക്കുമോ അങ്ങനെ എന്തല്ലോ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇല്ല, ഞാൻ ഒഴിവാക്കുമൊന്നുമില്ല, നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്നെല്ലാം ചോദിച്ച്. അന്നേരം ഫുള്ള് ഇനി വെക്കല്ല, ഫോൺ വെക്കല്ല, എന്തെല്ലോ ഇങ്ങോട്ട് പറയുന്നത്, എന്നെ ഒന്നും അങ്ങോട്ട് പറയാൻ സമ്മതിക്കുന്നില്ല. അമ്മ ഉണ്ട് വരുന്നത്. അമ്മ വരുമ്പോൾ ഞാൻ ചേട്ടൻ്റെ ഫോണും വെച്ചിട്ടില്ല. ആ സമയത്ത് എന്ന് വെച്ചാൽ ആ ഫോണിൽ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന കോള് ഡിലീറ്റ് ചെയ്യാം, ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ എന്താക്കാം, ഡിലീറ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പം ഞാൻ വേഗം എന്താക്കി, ആ ഡിലീറ്റ് ചെയ്ത് അമ്മ വരുന്ന കണ്ട സമയത്ത് ഞാൻ വേഗം ചിഞ്ചോട്ടർ നമ്പർ അവിടെ കറക്കിയിട്ട്, അപ്പോൾ അമ്മ വെച്ച് ഞാൻ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ചിഞ്ചോട്ടനെ വിളിച്ചതാണ്, ഉറപ്പാണോ? അമ്മ ഫോൺ എടുത്ത് നോക്കി, ചിഞ്ചോട്ടർ നമ്പർ ഓക്കെ, അതവിടെ കഴിഞ്ഞ്. പിന്നെ എനിക്ക് തീരെ ഫോൺ എടുത്തില്ല. പിന്നെ അന്നല്ല അതിന് ശേഷം ഞാൻ ഏട്ടനായിട്ട് കോണ്ടാക്ട് തീരെ ഒഴിവായി വീട്ടിലെല്ലാം വിചാരിച്ചിട്ടോ. അപ്പം എന്നാ വീട്ടിന് അപ്പുറത്തില്ല, ആ കുട്ടീൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ കുട്ടിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഹെൽപ്പ് ചെയ്തത് കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് ഞാനൊരു ദിവസം ഇങ്ങനെ വൈകുന്നേര സമയത്ത് ഞാനിങ്ങനെ വീട്ടിന് മുറ്റത്ത് നിൽക്കുന്ന, അപ്പം ഞാൻ ഈ കുട്ടീനെ കണ്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ്, എന്ത് പറഞ്ഞേ, ലാലോടനോട് പറയണോ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഒഴിവാക്കിയിട്ടില്ല, വേറെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം പറഞ്ഞേ. ഞാൻ അങ്ങനെ പറഞ്ഞ് അല്ല, ഞാൻ ഓളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതായത് ഒരു ദിവസം ഞാൻ വീട്ടിലെ കൊലായിൽ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടിയുണ്ട് ഞങ്ങൾക്ക് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കൊലായിൽ ഇങ്ങനെ നിൽക്കുന്ന. അപ്പോൾ അവൾ പോകുന്ന സമയത്ത് ഞാൻ അവളോട് ഇങ്ങനെ പറയുന്ന, ലാലോട്ടനോട് പറയണ സങ്കടപ്പെടണ്ടാന്ന്, ഞാൻ ഒഴിവാക്കിയിട്ടൊന്നുമില്ല, ഇപ്പം ഇങ്ങനെ തന്നെ പോട്ടെ, എനിക്ക് വിളിക്കാനൊന്നും പറ്റൂല, എന്നെ കോളേജിൽ വിടുന്നില്ല എന്നെല്ലാം പറയുന്ന. ആ സമയത്ത് എൻ്റെ മേമേൻ്റെ മോനുണ്ട്, ഇപ്പോൾ ഓന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അന്ന് ഓന് ഇച്ചിരി പ്രിയമുള്ളൂ. എന്നിട്ട് മൂപ്പർ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, ചേച്ചീന്ന് വിളിച്ചിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ഇവളെ കണ്ടതിൽ ഇവളെ എങ്ങനെയെങ്കിലും ഏട്ടൻ്റെ അടുത്തിൽ കാര്യങ്ങൾ എത്തിക്കാന്നുള്ളൊരു മൈൻഡ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഇവനുണ്ട് എന്നോ അല്ലെ കുഞ്ഞനല്ലേ അന്ന് ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ മൊത്തം ഓൾ ഫുള്ള് കേട്ടിക്കൊന്നൊന്നും ഞാൻ അറിയല്ല, പക്ഷെ ഓനെല്ലാം കേട്ട് റെക്കോർഡ് ചെയ്തതിനോട്ടാക്കിയിട്ട് അത് അങ്ങനെ തന്നെ പോയിട്ട് അകത്ത് പോയിട്ട് പറഞ്ഞു കൊടുത്ത്. അപ്പം ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയണേ, ഇതെന്തല്ല ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിക്കല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതെല്ലാം ഇവിടുന്ന് പോയ ടാപ്പിലാക്കിയിട്ട് അല്ല കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാം പോയി പറഞ്ഞു കൊടുത്ത്. അതോടെ പിന്നെയും ഫ്ലാറ്റ്. അതിന് ശേഷം പിന്നെ എനിക്ക് ഏട്ടനോട് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ അവളോടാണ് കേട്ടോ പറയല്. ഓൾ അതുപോലെ തന്നെ ഏട്ടനടുത്ത് എത്തിക്കലില്ല. എന്റെ മോൻ ഏട്ടൻ അറിയാട്ടോ, പറയാറ്റാ എന്നോട് പറയലുണ്ട് കേട്ടോ, ഏട്ടൻ പറയാറ്റാ. അപ്പോൾ അങ്ങനെ എത്തിക്കലുണ്ട്. എന്നുവെച്ചാൽ ഞാൻ എനിക്ക് ഏട്ടനോട് എന്തെങ്കിലും പറയേണ്ട കാര്യം എത്തിക്കണമെങ്കിൽ, ഞാൻ എന്തെങ്കിലും ഓളോട് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഒന്നുകിൽ ഞാൻ കൈമുട്ടും. അപ്പോൾ അല്ല, ഞാൻ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഒന്നുകിൽ കൈമുട്ടും അല്ലെങ്കിൽ അമ്മയെന്ന് വിളിക്കും. ആ 2 വിളി വിളിച്ചാൽ ഓൾ അവിടെ എത്തും. അപ്പം ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നുകൊണ്ടേയിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഓളില്ലാത്ത സമയത്ത് ഞാനാണെങ്കിൽ ഈ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഞങ്ങളെ ഒരു സൈഡിൽ അമ്പലമുണ്ട്. ഏട്ടനാ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ അവിടെ ഉണ്ടാവും, ഫ്രണ്ട്സ് എല്ലായിട്ട് അവിടെ ഉണ്ടാവും.
ഞാൻ കൈമുട്ടു. ആ കൈമുട്ടൽ കേട്ടാൽ ഏട്ടൻ അവിടുന്ന് വിസിലടിക്കും. വെറും ബെടായാണ് പറയും ഏട്ടന്. അഥവാ എന്നെയാണ് ഏട്ടനെ വിളിക്കണ്ടെങ്കിൽ ഏട്ടനാണെന്ന് വിസിലടിക്കും. വിസിലടിക്കുന്ന സാധാ വിസിലടിയല്ല, ഒരു ടൂണ് പോലെ ആക്കിയിട്ട് വിസിലടിക്കും. ആ വിസിലടി കേൾക്കുമ്പോ ഞാൻ ഏട്ടൻ എന്തെന്നാ പറട്ടെ വിസിലടിക്കും. അപ്പൊ ഞാന് സ്റ്റെയറിന്റെ മേലെ അല്ല ടെറസിന്റെ മേലെ പോയിട്ട് വരും, എന്നിട്ട് കൈമുട്ടും. അപ്പൊ ഞാൻ അവിടെ സിഗ്നൽ വരും. പിന്നെ ഏട്ടൻ നേരെ അമ്പലത്തിന്റെ ബേക്ക് സൈഡിൽ വന്നിട്ട് അവിടുന്ന് എന്തെങ്കിലും പറയാനുണ്ടെ പറയും. കാരണം അത്ര പോലും എൻ്റെ അടുത്ത് ഫോണില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് കോളേജിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് അവിടുന്ന് പിന്നെ വിളിയെന്ന് വെച്ചാൽ എനിക്ക് ഫ്രണ്ട്സ് ഫോൺ തരും, അങ്ങനെ വിളിക്കും. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് കുറച്ചാള്, അഞ്ജു, അനുഷ, അഗ്ന, പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവര് ഫോണ് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവര് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ഫോണൊന്നും കൊടുക്കരുതെന്നെല്ലാം പറഞ്ഞാൽ ഇവരെന്നോട് ചോദിച്ച് ഇനി ശരിക്കും ഓനൊക്കെ കഴിക്കോ അല്ലെങ്കിൽ എന്തിനാ വെറുതെ ഒഴിവായിക്കളാ അങ്ങനെ ഇങ്ങനെ. ഏട്ടൻ അങ്ങനെ പണിയൊന്നും ഇല്ലായിരുന്നു അല്ലേ? അല്ല അങ്ങനല്ല അല്ലേ അല്ല അല്ല ഏട്ടൻ അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. അന്നെന്തോ ഓട്ടോ എടുത്തത് അങ്ങനെ നാട്ടിൽ നിന്ന് തന്നെ പണിക്ക് വന്ന. അന്നേരം ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു എന്തിനാ ഇനി ഒഴിവായിക്കളാ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞേ. അപ്പൊ പിന്നെ ആര് ഫോണ് തരാണ്ടായി. ആ സമയത്താണ് ഞങ്ങൾക്ക് ലാബിന്റെ പ്രാക്ടിക്കൽ വന്നത്. ആ സമയത്താണ് ലാബിന്റെ പ്രാക്ടിക്കൽ വന്നത്. അപ്പൊ ഞങ്ങള് ഗ്രൂപ്പ് തിരിച്ച് മാറ്റി. ആ സമയത്ത് എനിക്ക് വേറെ കുറെ ഫ്രണ്ട്സായി ഗ്യാങ്ങില്. എൻ്റെ ഹിരണ്യാന്നായോണ്ട് തന്നെ എച്ചല്ലേ, അപ്പോൾ ഓരോരോ സ്പെല്ലിങ് ഇതിലാണ് ഗ്രൂപ്പ് തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെറ്ററിന്റെ ഇതിൽ ഞാൻ വേറെ ഗ്രൂപ്പിലേക്കായി. അത് അടിപൊളിയായിരുന്നു. അവരെനിക്ക് ഫുൾ ടൈം ഫോൺ തരുന്നു. ആരെങ്കിലും ഒരു ഫോൺ എനിക്ക് ഉണ്ടാവും, ഏട്ടനെ വിളിക്കല്. ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഡെയിലി വിളിക്കും, വിളി എന്നെ. അന്നേരം ഏട്ടന് ഞാൻ വിളിച്ചിട്ടില്ലേ ഭയങ്കര സങ്കടം. ഇപ്പാണെങ്കിലോ അന്നേരം ഇങ്ങോട്ട് വിളിക്കണം, ഇപ്പാണെങ്കിലും അങ്ങോട്ട് വിളിക്കണം. അത് കല്യാണം കഴിഞ്ഞ് ഞാൻ മാത്രല്ല എല്ലാവരും അപ്പൊ ഞാൻ അങ്ങനെ വിളിയല്ലായി. പിന്നെ ഞങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ കൈമുട്ടും, അവൾ വരും, അല്ലെങ്കിൽ ഏട്ടനാടുണ്ടെങ്കിൽ ഏട്ടൻ വിസിലടിക്കും, ഏട്ടൻ വരും, അങ്ങനെയല്ലായി. അങ്ങനെ കുറെ ഇങ്ങനെ പോയിക്കൊണ്ടെന്ന് ഫ്രണ്ട്സ് തന്നെ ഫോൺ തരാണ്ടായി. ഏട്ടൻ്റെ എന്താണ് പറഞ്ഞേ, എന്തല്ലോ മനസ്സിലുള്ളിൽ കയറി വരുന്നു. അങ്ങനെ ഒരു പ്രാക്ടിക്കലിന് പോയ സമയത്ത് അവരെ വിളിക്കലായി. അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏട്ടൻ എന്തായി ഗൾഫിലേക്ക് പോകേണ്ട ഇത് വന്ന്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി എന്ത് ചെയ്യും ഇങ്ങനെ ഗൾഫ് പോവാ. പിന്നെ ഞാൻ കാണാറുള്ളത് കോളേജിൽ പോകുന്ന സമയത്ത് എൻ്റെ കോളേജിൻ്റെ താഴെയായിട്ടോ അല്ലെങ്കിൽ ഒരു ചർച്ചുണ്ട്, ആ ചർച്ചിൻ്റെ അടുത്തായിട്ടോ അങ്ങനെയെല്ലാം വരും. അങ്ങനെയല്ല ആയ സമയത്ത് അത് കൂടാതെ ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും പറ. അങ്ങനെയല്ലായി. പിന്നെ എന്തല്ലോ ഞാൻ പറയുന്നില്ല, എന്തല്ലോ ഒരു മുഖത. അപ്പൊ അങ്ങനെയല്ലായി. അപ്പൊ ഏട്ടൻ കാണാൻ വരും, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കാണാൻ വരും. അങ്ങനെ അവിടെ എവിടെ എല്ലാം പോയി നിൽക്കലും കാണലൊക്കെ ആയി. വിളി തീരെയില്ല, ഫോണ് തീരെയില്ല. അങ്ങനെ ഏട്ടൻ പറഞ്ഞ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞ ഏട്ടനോട് ഗൾഫിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല ഗൾഫിലൊന്നും പോയി അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഇത്. ഞാൻ പറഞ്ഞു എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ ഗൾഫിൽ പോയി നല്ലൊരു ജോലി കിട്ടണം, എന്നാലേ എന്നെ കിട്ടാൻ സമ്മതിക്കുള്ളൂ. കാരണം എനിക്കിങ്ങനെ ആലോചനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചെക്കന്മാർ വയ്യ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതെല്ലാം ഇങ്ങനെ വീട്ടിലറിയാം, അങ്ങനത്തെ എന്തെല്ലോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്തെല്ലോ കയറി വരുന്നുണ്ട്. അപ്പൊ ഏട്ടനും പേടിയായി, ആലോചനകൾ വരാൻ തുടങ്ങുന്നുണ്ട്, ചെക്കന്മാർ വയ്യ നടക്കാൻ തുടങ്ങുന്നത്, ഞാനങ്ങനെ ആരോടെയും പോകുന്നുള്ള പേടിയായി. എനക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല പോകുന്നു. എന്താ അതല്ല വിശ്വാസം. അപ്പം പിന്നെ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞേട്ടാ എന്തായാലും ഗൾഫിലൊന്നും പോണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അയ്യൊരു ഇതായില്ലേ, ഗൾഫിലേക്ക് പോകേണ്ട കാര്യങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന. അങ്ങനെ ഗൾഫിൽ പോയാൻ റെഡിയായി. ഗൾഫിൽ പോകുന്നതിൻ്റെ അന്ന് ഗൾഫിൽ പോകുന്ന സമയമായി. അപ്പോൾ ഒന്നും എൻ്റെ അടുത്ത് ഫോണില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്നു. ഒന്നുകിൽ ഈ കാണുന്നത് അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അടുത്ത് വന്നിട്ട് വിസിലടിക്കുന്നത് അതൊക്കെ നടക്കുന്നുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ അതല്ല കോമഡി. അതിന് മുന്നേ എന്ന് വെച്ചാൽ ഇവരെന്താക്കൂ ഫ്രണ്ട്സുമായിട്ട് ഇതിൽ തന്നെ പോകുമല്ലോ, എൻ്റെ ഓളുണ്ടാടാ അങ്ങനെ ഇങ്ങനെ മറ്റേ ഏട്ടന്മാരിലും കൂട്ടിക്കൊണ്ടോക്കാം, രാത്രിയിലുണ്ടാവും ഇവർ കമ്പനിക്കാരായിട്ട് പോകാനും ചെയ്യും. ഒരിക്കലും ഞാൻ മേലെ നോക്കുമ്പോണ്ട് താഴെ നടാ എനിക്ക് എൻ്റെ ഓളെ കാണണം എന്നെല്ലാം പറഞ്ഞിട്ട് പോകുന്നത്. ഓർമ്മ എന്നാ അറിയാവാ.
എന്നിട്ട് അങ്ങനത്തെ കളിയെല്ലാം കളിച്ചിട്ട് പോയിരുന്നു. എൻ്റെ ഓളുടെ അവിടെ എനക്കോളെ കാണണമെന്നുള്ള മതി. ഇപ്പൊ ഇവിടെ ഏട്ടന്മാർക്കെല്ലാം അറിയാൻ പറ്റും. അശ്വനോട്ടെല്ലാം അറിയാൻ പറ്റും. ഓറലുണ്ടായിരുന്നു അന്നേരം ശാലുവേട്ടനുണ്ട്. ആ സമയത്ത് ഇല്ല റോഡും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്ന സമയത്തെല്ലാം നിങ്ങൾ പറയലുണ്ട്. അന്നേരം ഞങ്ങൾക്ക് പേടി അച്ഛനാ അച്ചാച്ചൻ കേൾക്കുക കാര്യം കേൾക്കുക എന്നെ കടി കിട്ടുമല്ലോ. എന്നിട്ട് ഇവർക്കൊരു കൂസലുമില്ല. അങ്ങനെ ഗൾഫ് പോകുന്നതിന്റെ തലേ ദിവസം ഞങ്ങള് എവിടെ നിന്ന് കണ്ടേ, മറ്റേ പാർക്ക് റോഡിൽ എവിടുന്നോ കണ്ട് എനിക്ക് ഓർമ്മയില്ല. കാണുന്ന സമയത്ത് എനിക്ക് മറ്റേ 20 ഉറുപ്പിന്റെ കാർഡില്ലേ നമ്മള് ചൊരണ്ടിയിട്ട് കയറ്റുന്ന പണ്ട് 20 ഉറുപ്പിന്റെ കാർഡ്. അന്നിട്ട് ഐഡിയന്റെ 20 ഉറുപ്പിന്റെ കാർഡ്, പിന്നെ 50 ഉറുപ്പിന്റെ കാർഡ്, 10 ഉറുപ്പിന്റെ കുഞ്ഞി കാർഡ് ചൊരണ്ടിയിട്ട് നമ്മള് നമ്പർ അടിച്ചിട്ട് പൈസ കയറ്റും. അയ്യ കാർഡ് കുറെ വാങ്ങി തന്ന്, പിന്നെ ഒരു സിമ്മും വാങ്ങി തന്ന്. അങ്ങനെ ഈ 50 ഉറുപ്പിന്റെ കാർഡെല്ലാം വാങ്ങി തന്ന് സെറ്റാക്കി വെച്ച്. എന്നിട്ട് എന്നോട് പറഞ്ഞ് അവിടെയുള്ള ഏട്ടന്റെ നിതീഷ് ഏട്ടന്റെ നമ്പർ തന്ന് അതും എൻ്റെ അടുത്ത് തന്ന് എല്ലാം സേഫ് ആക്കി ഭദ്രാക്കി മറ്റേ ബുക്കിന്റെ ചട്ടേന്റെ ഉള്ളിലെല്ലാം എഴുതിയെല്ലാം വെച്ച് നിതീഷ് ഏട്ടന്റെ നമ്പറിൽ എഴുതി വെച്ച് മറ്റേ ഗൾഫ് നമ്പറല്ല 00 എന്നെല്ലാം മറ്റുള്ള എന്നിട്ട് ചട്ടേന്റെ ഉള്ളിൽ നമ്മളെ പൊതിന്റെ ഉള്ളിലെല്ലാം വെച്ച് സെറ്റാക്കി വെച്ച്. അപ്പൊ ഞാൻ കണ്ട്. പിന്നെ എനിക്ക് പിറ്റേ ദിവസം പുലർച്ചെ ഒരു 4 മണി 5 മണിക്ക് അങ്ങനെയാ തോന്നല്ലേ പോന്നെ. അങ്ങനെയാ പോകുന്നത്. എനിക്ക് ഏട്ടനെ വിളിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഒരു ദിവസം ആ സമയത്താണ് ഞാൻ അമ്മ ആരോ വെച്ചാൽ അലമാരയിൽ ഒരു കുഞ്ഞു നോക്കിയ സെറ്റ് ഫോണുണ്ട്. അത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പാസ്വേഡ് എനിക്ക് അറിഞ്ഞു. ഒരു ദിവസം എൻ്റെ അനിയൻ അങ്ങനാണെന്ന് തോന്നുന്നു. നോക്കിയ സെറ്റ് അല്ല, ഒരു സാംസങ്ങിന്റെ കുഞ്ഞു വെള്ള ഫോണ്. അമ്മ അനിയൻ ആരോ അത് ലോക്ക് തുറക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താക്കി, അതാണ് ഞാൻ മൈൻഡിൽ വെച്ചത്. അതുവരെ ഞാൻ ഫോൺ എടുത്തിട്ടൊന്നുമില്ല. അതിന്റെ ദിവസം ഞാൻ എന്താക്കി, അതിന്റെ തലേ ദിവസം ഞാൻ ആ ഫോൺ എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ തന്ന സിമ്മും ഉണ്ടായിരുന്നു. അപ്പൊ ആ പൊലച്ചക്ക് പോകുന്നില്ല, എനിക്ക് തീരെ ഉറക്കം വരുന്നില്ല, സങ്കടമാണ്, ആരോടും പറയാനും പറ്റുന്നില്ല. ഫ്രണ്ട്സിന് അന്നേരം അങ്ങനെ ആരെയും വിളിക്കലൊന്നും പറയാലൊന്നുമില്ല. എൻ്റെ അങ്ങുള്ള ഫ്രണ്ട്സിൻ്റെ ഇരിങ്ങത്തുണ്ടായിരുന്ന ഫ്രണ്ട്സ് ഉണ്ട് എന്നല്ലാണ്ട് ഇവിടെ ആരും അങ്ങനെ വിളിച്ച് പറയാനൊന്നും ഇല്ലേ. എനിക്ക് പറയലുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ലായിട്ടൊന്നും അറിയില്ല. എനിക്കിപ്പോൾ പെട്ടെന്ന് മൈൻഡ് ഇതായിട്ട്. അപ്പോൾ ഞാൻ എന്താക്കി, പൊലച്ചക്ക് അമ്മ 5 മണിക്ക് എണീക്കുക സമയത്ത്. അപ്പോൾ അമ്മ എണീച്ച് താഴെ പോയി. ഞാൻ മേലെ റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ അമ്മ താഴെ പോയി അടുക്കളയിൽ നിന്ന് പണിയില്ല. അപ്പോൾ ഏട്ടനെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു എവിടെയുള്ളത്. അപ്പം പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, എല്ലാവരും അമ്മ കരയുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു പോകുന്നതുകൊണ്ട്. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ അമ്പലത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അമ്പലത്തിൽ വരുന്ന വെച്ചാൽ കുരാക്കുന ഇരുടാ, നല്ല ഇരുടാ. എന്നിട്ട് പുലർച്ചക്ക് ഇരുടല്ലേ ഉണ്ടാവുക. അങ്ങനെ ഇവിടെ അമ്പലത്തിലേക്ക് ഇങ്ങനെ നടന്നു പോന്ന. അപ്പൊ ഞാൻ അവിടെ എത്തി. ഞാൻ എത്തി സിമ്മെല്ലാം കഴിച്ചാണ്. അവിടെ എത്തി. അവിടെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ നീല ഷർട്ടും വെള്ളപ്പേന്റും അത് പണ്ടേ ഹൈലൈറ്റ് ആണല്ലോ. അത് വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു, സങ്കടത്തിൽ കരയുന്നു. എന്നിട്ട് ഫോണിന്റെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് എനിക്ക് മുഖേലം കാണിച്ചെന്ന് ടാറ്റെല്ലാം പറഞ്ഞു. ഇപ്പം കരയാ നിങ്ങള് ആലോചിച്ചിട്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇതെല്ലാം കാണിച്ചത്. എനക്കാണെങ്കിൽ കരച്ചിലും വരുന്നത്, ഞാൻ പറഞ്ഞിട്ടാണോ പോകുന്നത്, അങ്ങനെ എന്തെല്ലോ മൈൻഡ് ആയിരുന്നു എനിക്ക്. പക്ഷേ വീട്ടിൽ ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടും വീട്ടിൽ സമ്മതിക്കുമോ, അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് ഇതുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ അവിടെ നിന്ന് കുറേ സമയം നിന്ന് അയാൾ കാണുകയെല്ലാം ചെയ്ത് അങ്ങനെ ഏട്ടൻ പോയി. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം. അങ്ങനെ ഏട്ടനെ ഞാൻ വിളിച്ച്, ഞാനെന്നുവെച്ചാൽ കുഞ്ഞ് ഫോണ് പാത്തിട്ട് ബാത്റൂമിൽ പോയിട്ട് ഏട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് എന്നോട് അറിയാം ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആവും എന്നൊക്കെ പറഞ്ഞേ. അപ്പം ഞാൻ വിളിച്ച്, ഞാൻ എന്നാൽ ശരി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ് എന്നാൽ ശരി വെച്ചോ, ഫോൺ സ്വിച്ച് ഓഫ് ആയതാ. ഫോൺ പറയലും ഫോൺ സ്വിച്ച് ഓഫ് ആയി. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം. പിന്നെ ഞാൻ ഇതെല്ലാം ഊരി കൊണ്ടാച്ച്. അങ്ങനെ പിന്നെ ലോങ് ഡിസ്റ്റൻസ് അങ്ങനെ വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞ് ഒരു ഗൾഫിൽ പോയി. പിന്നെ പിറ്റേ ദിവസം തോന്നുന്നു ഞാൻ പറഞ്ഞ് എനിക്കിങ്ങനെ കോളേജിൽ ഫോണ് വേണം, ഒരു നാട്ടിലില്ലാലോ, ഇനിയൊന്നും ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ തന്ത്രപരമായി ഫോൺ വാങ്ങിയാൽ പിന്നെ വീട്ടിലെല്ലാവരും വിചാരിച്ച് ഞങ്ങളായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഫോണ് തന്ന്. പിന്നെ അതാ ഡെയിലി വിളിയായി, സംസാരമായി, കഥയായി. പിന്നെ ഞങ്ങൾ പണ്ടത്തേക്കാളും കൂടുതൽ അടുക്കാൻ തുടങ്ങി. അങ്ങനെ അടുക്കുന്നതിനേക്കാളും കൂടുതൽ അടിയാണ് കേട്ടോ. ദൂരം കൂടുന്തോറും മറ്റേ ചായയുടെ ഇതെന്തോ പറയില്ല പഴഞ്ചൊല്ല, അതുപോലെ ദൂരം കൂടുന്നവരും ദിവസം കൂടുന്നവരും ഞങ്ങൾ അടി എന്നുവെച്ചാൽ പൊരിഞ്ഞടിയായി. അടി കൂടാനല്ലാണ്ട് വേറെ ഒരു സമയം ഉണ്ടായില്ല, അടിയോടടിയായി. അങ്ങനെ
നിങ്ങൾ എത്ര അടിക്കുന്ന ഞാൻ ക്ഷമിച്ച് ഞാൻ ക്ഷമിച്ച് പിന്നെ എന്താ പറയാ ഇങ്ങനെ നിന്നോണ്ട് അങ്ങനെ നിന്നുപോയി. ഇവർക്ക് ക്ഷമയൊന്നുമില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമില്ലാത്ത അല്ല അങ്ങനെ ഫുള്ളടി പൊരിഞ്ഞടി എന്തെല്ലോ അടിയല്ലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നെ പെണ്ണാണ് ആൾക്കാർ വരാൻ തുടങ്ങി, ഓരോരുത്തർ ഇങ്ങനെ വരാൻ തുടങ്ങി. ആദ്യമല്ല ഞാനിങ്ങനെ ഏട്ടനോട് പറയുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും, ഭയങ്കര ദേഷ്യമായിരിക്കും. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ തന്നെ ഒരുത്തം വന്ന് ഏട്ടൻ വന്ന് എന്നോട് സംസാരിക്കണം ചെയ്ത് എന്നോട് പറഞ്ഞ ഇങ്ങനെ പേര് ഇങ്ങോട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാനാന്നെല്ലാം പറഞ്ഞു. ഇല്ല നിങ്ങളോട് എന്നാ പറഞ്ഞല്ലെങ്കിൽ ഒരു സാധനം ഓർമ്മയില്ല. അവിടെ ഇങ്ങനെ വന്ന് അത് പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പെണ്ണാണാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ടെൻഷനാ, അങ്ങനെ ഇങ്ങനെ ഇനി വേറെ കഴിക്കുവോ അങ്ങനെ ഇങ്ങനെ അറിയില്ല. അങ്ങനെ രണ്ടാമത്തെ ചെക്കൻ വന്ന് എന്നോട് അപ്പൊ എന്നെ പറഞ്ഞ് പേടിപ്പിച്ച് ഞാൻ ഇതിന് ഓരോരുത്തരും വെള്ളം കൊടുക്കാൻ പോകുന്ന അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കര അടിയാ പൊരിഞ്ഞടിയാ. ഈ സമയത്താണ് പെണ്ണാണ് വരുന്ന സമയത്താണ് ഭയങ്കര അടിയായിരുന്നു. രണ്ടാമത്തെ വന്ന സമയത്ത് ഞാനെന്തോ മറ്റേ ചെലങ്ക ഇട്ടിട്ട് മറ്റേ കൊലുസില്ലേ അതെല്ലാം ഇട്ടിട്ടേനുള്ള. അപ്പൊ അമ്മമ്മ എന്നോട് ഇറങ്ങി വെള്ളം കൊണ്ട് കൊടുക്കുന്നത്. ഞാനാണെങ്കിൽ കൊണ്ട് കൊടുക്കൂലെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ അടുക്കള സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരുന്നു. ഞാൻ ചമ്മനം പടിഞ്ഞാടിയിരുന്നു. ഞാൻ കൊണ്ട് കൊടുക്കില്ല, നിങ്ങൾ വേണേൽ കൊണ്ട് കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെല്ലാം അടിയിരുന്നത്. പിന്നെ എനിക്ക് പേടിയുണ്ട്, കൊണ്ട് കൊടുക്കുന്നതല്ലേ വേറെ ഇടയ്ക്കൊന്നും കിട്ടണ്ടേ. എന്നോടാണെങ്കിൽ എല്ലാം പറഞ്ഞും പോകും, നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞും പോകും. അങ്ങനെ അത് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഒരുത്തം വന്നേരം ഞാൻ കൊടുത്ത്, ഞാനാണെങ്കിൽ മറ്റേ ഇതും കൊടുത്തിട്ട് പാഞ്ഞിങ്ങ് പോകുന്നു. കിഞ്ഞ് പാഞ്ഞെന്നാണ് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഞാൻ ഇങ്ങ് പോകുന്നു. അപ്പൊ അമ്മ പറഞ്ഞു നീ എന്നാ ഇങ്ങനെ കളിക്കുന്നത്, എനക്ക് ഒന്നാമത് എൻ്റെ മനസ്സിൽ റെഡി ആവണ്ട അയ്യൊരു ചിന്തയല്ലല്ലോ. അപ്പൊ ഞാൻ ഓടി എന്നോട് പറഞ്ഞു ഇതെന്തെന്നാ അടക്കോ ദുഃഖമില്ലാത്ത പെൺകുട്ടി എന്നായിരിക്കും ഇന്ന് തുള്ളി വെള്ളം കൊണ്ട് കൊടുക്കാൻ മനസ്സിലാറ്. അങ്ങനെ കഴിഞ്ഞ് അതും പറഞ്ഞുതരാം ഫുള്ള് പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഫോൺ അങ്ങനെ എറിഞ്ഞു പൊട്ടിക്കുക അങ്ങനെ എന്തെല്ലാം ചെയ്തി കാണുന്നത് ദേഷ്യം പിടിച്ചിട്ട്. നിതീഷ് ചേട്ടന് ഓർമ്മ ഉണ്ടാവും. അങ്ങനെ എന്തെല്ലാം ഫോണെല്ലാം എറിഞ്ഞു പൊട്ടിച്ച് ഇങ്ങനെ പെണ്ണാണ് വരുന്നതെല്ലാം പറഞ്ഞിട്ട് അല്ലേ അവിടെ മാമനല്ലേ. അന്നേരം അങ്ങനെ എന്തെല്ലോ നടക്കലിരിക്കും പെണ്ണാണാൻ വന്നിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട്. പിന്നെ അടുത്ത വന്നിട്ടെന്ന് വെച്ചാൽ ഞാൻ മറ്റേ ട്രൗസറും ബനിയനിലും ഇട്ടിട്ട് മുറ്റത്തുനിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്നത്. എന്തല്ലോ ഏച്ചീൻ്റെ കുഞ്ഞിന് അങ്ങനെ എന്താ ആരെല്ലാം ഉണ്ട്. അപ്പം ഞാനിങ്ങനെ നടന്ന് കളിക്കണം. അന്നേരമാണ് കാറിലെ ചെക്കന്മാർ വരുന്നത്. അപ്പോൾ ഒരു വന്നേരം എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഇന്നേ സ്ഥലയിൽ ഇന്നേ വീടല്ലേ ഇവിടെ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഏട്ടാ അത് ഞാനാ, എനിക്കിവിടെ കല്യാണം ഒന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മയും പറഞ്ഞ് അമ്മയും ആരെല്ലോ കണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞേ. അപ്പം ഞാൻ പറഞ്ഞു ഞാനാ എനിക്കിവിടെ പെണ്ണൊന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞു ഈ ഏട്ടനോട്. അപ്പം പിന്നെ ആര് വന്ന് അമ്മേനോട് ജസ്റ്റ് സംസാരിച്ച് നോക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി. അങ്ങനെ അത് അടത്തീർന്ന്. പിന്നെ കുറച്ച് ശാന്തമായി ഞങ്ങൾ ഏട്ടൻ ദേഷ്യമെല്ലാം കുറഞ്ഞ് ഇങ്ങനെ പോന്ന. അതിനിടക്കാണ് പിന്നെയും ഒരാലോചന വന്ന സമയത്ത് അത് കുറച്ച് നല്ല എന്താ പറയുക കുറച്ച് സീരിയസ് ആയി വന്ന്. അപ്പം എൻ്റെ റിലേറ്റീവ് കൊണ്ടുവന്ന. അപ്പോൾ ഒരു പറഞ്ഞോട് പിന്നെ ഇനി എന്താ കഴിക്കാത്ത, ഇനി എന്താ ഒന്നിനും നിൽക്കാത്ത, എനിക്ക് എത്ര ആലോചന കൊണ്ടുവരുന്നുണ്ട്, എനിക്കെന്താ താല്പര്യം ഇല്ലാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഓരോന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു സംഭവം ഞാൻ ഏട്ടനായിട്ട് ഇഷ്ടത്തിലാണെന്നോ ഇവിടെ ആർക്കും അങ്ങനെ ഒരു സൂചനയേ ഇല്ലേനു. പിന്നെ തുടങ്ങി എന്നുള്ള കാര്യത്തിൽ. പിന്നെ അന്നേരം ഏട്ടൻ ഇങ്ങനെ പറഞ്ഞ് ഓരോ ഫ്രണ്ടാണ്. പിന്നെ എന്താ നിങ്ങൾ ഇന്നലെ ഉറക്കം കഴിഞ്ഞല്ലേ. പിന്നെ അന്നേരം പിന്നെ അങ്ങനെ ആലോചന വരുന്നുണ്ട് എനിക്കെന്താ നിന്നാൽ ഇന്നയാൾ കല്യാണം കഴിഞ്ഞില്ലേ എനിക്ക് ഉറപ്പിച്ചിടാൻ നല്ല ചെക്കൻ അങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കി എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് ഇവരെ ഏട്ടൻ്റെ ഭാര്യക്കും അതിലേക്കെല്ലാം അയച്ചു കൊടുത്ത്. അപ്പം എല്ലാവർക്കും തോന്നി കുറച്ച് സീരിയസ് ആണ് ഈ സംഭവങ്ങൾ. കാരണം ഇതിന് ഞാൻ നിന്നിക്കില്ലെങ്കിൽ എന്തായാലും എന്നെ കഴിപ്പിക്കും, അത് ഉറപ്പേനും. അങ്ങനെ വീട്ടിൽ പറഞ്ഞ് ആ സമയത്ത് എന്ന് വെച്ചാൽ നാട്ടിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾക്കിട്ട് പാര വെക്കെ. അത് പറയാണ്ടിരിക്കാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ എന്നൊക്കെ ഞാൻ പറഞ്ഞു ബോറടിക്കുന്നുണ്ട്. 20 മിനിറ്റ് ഒന്നും ഉണ്ടാവില്ല വീഡിയോ വരുമ്പോൾ. അപ്പം ഭയങ്കരമായിട്ട് ഞങ്ങളെ പാര വെക്കുന്ന ടീംസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നോക്കി ഇപ്പോൾ ഞാൻ പറയുന്നത് ആ സമയത്ത് തന്നെ പാര വെച്ച് എല്ലാം അറിയും. ഒരു 100-ൽ 90 ആൾക്കറിയാം. എനിക്ക് ഇപ്പോൾ അറിയില്ല ഏട്ടാ, അറിയാം. എന്ന് വെച്ചാൽ ഏട്ടൻ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. ഓട്ടോയിൽ ഏട്ടൻ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് എന്നെ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് വീട്ടിനടുത്ത് ഇറക്കി തരും. അപ്പം അങ്ങനെയേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേങ്കിൽ ഇവിടെ വീട്ടിലറിയും അല്ലെ നാട്ടിലറിയും എന്നാണ് പറയുക
ഓനങ്ങ് കൊയിലാണ്ടിന്ന് കയറ്റിയിട്ട് ഓളെ ഇവിടെ വരെ ഇറക്കിയതാ. ഓലങ്ങ് പിന്നെ കൂൾബാറ കണ്ടിക്ക്, അവിടെ കണ്ടിക്ക്, ഇവിടെ കണ്ടിക്ക്, ബീച്ചിൽ കണ്ടിക്ക്. എൻ്റെ അമ്മോ, നമ്മൾ വരെ അറിയണ്ടാവില്ല നമ്മൾ എവിടെയും പോയിക്കോ, നമ്മൾ എന്തെങ്കിലും ചെയ്തിക്കോന്ന്. എന്നിട്ടോ ഇങ്ങനെ പറഞ്ഞു നടക്കും, ഇങ്ങനെ പറയുന്നു. ഞാളെ നീ ചിന്തിക്കോ, ഈശ്വര ഇതല്ലേ ഇപ്പം നടന്നേ. ശരിക്കും ഞാളവിടെ പോയിട്ടാ പറയുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതെന്തല്ലോ പറയാ, നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാ പറയാ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് എരുതിയിൽ എണ്ണ വയ്ക്കുന്ന കുറച്ച് ടീമില്ലേ, ആ സംഭവം. അങ്ങനെ നടന്ന് വീട്ടിൽ ഏട്ടൻ്റെ വീട്ടിലെല്ലാം അറിഞ്ഞ്, ഏട്ടൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയായിരുന്നു. അങ്ങനെ പിന്നെ എന്താക്കി, പിറ്റേത്തെ ഞായറാഴ്ച അങ്ങനെ തോന്നുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ആള് വന്ന് പെണ്ണ് ചോദിച്ച്. ചെക്കൻ ഗൾഫിലല്ലേ, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സെറ്റായി. അങ്ങനെ പിന്നെ ഷടപടേന്ന് പറഞ്ഞിട്ട് ഉറപ്പിക്കൽ നിങ്ങൾ നാട്ടിലില്ലല്ലോ. അന്ന് പെണ്ണ് കാണാനല്ല ചോദിക്കാൻ വന്ന്. ആ സമയത്ത് എല്ലാവർക്കും സെറ്റായി, പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഉറപ്പിക്കുന്ന ഡേറ്റ് കണ്ട്, നിശ്ചയത്തിനുള്ള ഡേറ്റ് കണ്ട്, കല്യാണത്തിനുള്ള ഡേറ്റ് കണ്ട്. അങ്ങനെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിന് മുന്നേ ഞങ്ങളെ കൊണ്ട് പറഞ്ഞ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങളെ ലക്ഷ്യം കല്യാണം കഴിഞ്ഞിട്ട് ഒന്നിച്ച് ബൈക്കുമ്പോൾ പോകുന്നത് എല്ലാവരും മുന്നിൽ കൂടി പോവാന്നുള്ളതായിരുന്നു. അത് ഞങ്ങൾക്ക് എന്താ പറ്റുക, അതിമനോഹരമായി ചെയ്യാൻ പറ്റി. ആ പറഞ്ഞ ആൾക്കാരല്ല ഇപ്പം ഭയപ്പെടുന്ന നിൽക്കല. കാരണം വെച്ചാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടക്കണ്ടിക്ക്, ഇവിടെ കണ്ടിക്ക്, ആടെ പോയി, ഇവിടെ പോയി, ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ലേ. ആ പറഞ്ഞ ആൾക്കാരോടെല്ലാം കൂടി പറയുന്ന, ആദ്യം പോയി നിങ്ങളെ മക്കളെ നോക്ക്, ഞാൻ എന്തായാലും കല്യാണം കഴിഞ്ഞ്. അപ്പം അത്രയ്ക്കാണ് ഞങ്ങളെ ലവ് സ്റ്റോറി. എന്തൊക്കെയൊക്കെയോ വിട്ടുപോയിട്ടുണ്ട്, എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെയോ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കറക്റ്റ് ഒന്നും എനിക്ക് എന്തെല്ലോ മറന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിലങ്ങ് ഒതുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളെ ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരാണെങ്കിൽ എന്നോട് ഞാൻ പറയും വീഡിയോ എടുക്കട്ടാ. കളക്ടർക്ക് ഇത്ര തിരക്കുണ്ടാവില്ല. നാളെ എടുക്കാം, മറ്റന്നാൾ എടുക്കാം, അതിൻ്റെ പിറ്റേന്ന് എടുക്കാം. എന്തെല്ലാം വീഡിയോസ് എടുക്കാന്നറിയാം. ഇവരൊന്നിനും നിൽക്കൂല, അവർക്ക് മടിയാ, കുറവ്, ആരെന്താ പറഞ്ഞാലോ എന്ന്. കണ്ട. അപ്പൊ ഇത്രയ്ക്കാണ് കേട്ടോ കൂട്ടുകാരെ. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യട്ടോ. അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരെ ടാറ്റാ.